ലോകസഭയിൽ 543 അംഗങ്ങളും രാജ്യസഭയിലത് 250 അംഗങ്ങളുമാണല്ലോ നമുക്കുള്ളത്. ആ എം പിമാർക്കുള്ള ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും എന്തൊക്കെയാണ് ലഭിക്കുന്നതെന്ന് അത് നമ്മളും അറിയേണ്ടതല്ലേ? അതെ, നമ്മളും അതെല്ലാം അറിയണം. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ജനപ്രതിനിധികൾ അവർ നമ്മളെ സേവിക്കുമ്പോൾ അതിനുള്ള അവർക്കുള്ള പ്രതിഫലം എന്താണെന്ന്, തിരഞ്ഞെടുപ്പിൽ ഒന്ന് വിജയിച്ച് കയറുവാൻ കോടിക്കണക്കിന് രൂപയാണ് ഇവരെല്ലാം തന്നെ ചെലവാക്കിയിട്ടുള്ളത്. ഒരു എം പിക്ക് പ്രതിമാസം 1 ലക്ഷം രൂപയാണ് ശമ്പളമായി ലഭിക്കുന്നത്. അതുകൂടാതെ അലവൻസായി പ്രതിമാസം 70,000 രൂപയും അവർക്ക് ലഭിക്കും. ഓഫീസ് ചെലവുകൾക്കും മറ്റുമായി പ്രതിമാസം 60,000 രൂപയാണ് ഇത് കൂടാതെ ഇവർക്ക് ലഭിക്കുന്നത്. ഇത് ഘടകകക്ഷി യോഗത്തിനൊക്കെയായി ഉപയോഗിക്കുന്നു എന്നാണ് ഇവർ പറയാറ്. പാർലമെന്ററി സെക്ഷനിലും അതേപോലെ കമ്മിറ്റി മീറ്റിങ്ങുകളിലുമൊക്കെ പങ്കെടുക്കുമ്പോൾ എം പിമാർക്കുള്ള താമസം, അതേപോലെ ഭക്ഷണം എന്നിവയ്ക്കായി പ്രതിദിനം ഓരോ ദിവസവും 2,000 രൂപയും ഇവർക്ക് ലഭിക്കും. യാത്രാ അലവൻസായി എം പിമാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി ഓരോ വർഷവും 34 സൗജന്യ വിമാന യാത്രകളും അനുവദിച്ചിട്ടുണ്ട്. ഔദ്യോഗികവും വ്യക്തിപരവുമായിട്ടുള്ള ആവശ്യങ്ങൾക്കായി സൗജന്യമായി ട്രെയിൻ യാത്രയും, സ്വന്തം മണ്ഡലങ്ങൾക്കുള്ളിൽ റോഡ് മാർഗം അവർ യാത്ര ചെയ്യുമ്പോൾ മൈലേജ് അലവൻസും ക്ലെയിം ചെയ്യുവാൻ ഇവർക്ക് കഴിയുന്നതാണ്. സീനിയോറിറ്റി അനുസരിച്ച് ഇവർ ബംഗ്ലാവുകളോ ഫ്ലാറ്റുകളോ ആണ് ഓരോ എം പിമാർക്കും ലഭിക്കുക. ഔദ്യോഗിക വസതികൾ ഉപയോഗിക്കാത്തവർക്ക് ഭവന അലവൻസും അത് ക്ലെയിം ചെയ്യാവുന്നതാണ്. എം പിമാർക്കും കുടുംബാംഗങ്ങൾക്കുമായി സൗജന്യമായി വൈദ്യ പരിചരണവും നൽകുന്നുണ്ട്. അത് ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള ഓരോ ആശുപത്രികളിലും അവർക്ക് ചികിത്സയ്ക്കായി പ്രവേശിക്കാവുന്നതാണ്. കാലാവധി കഴിഞ്ഞ മുൻ എം പിമാർ അവർ ഒരു തവണയാണ് എം പി ആയി ഇരുന്നിട്ടുള്ളതെങ്കിൽ പോലും പ്രതിമാസം 25,000 രൂപ അവർക്ക് പെൻഷൻ ലഭിക്കും. ഓരോ അധിക സേവന വർഷത്തിനും പ്രതിമാസം 2,000 രൂപ ഇൻക്രിമെൻ്റ് ലഭിക്കുകയും ചെയ്യും. അതേപോലെ സൗജന്യമായി ടെലിഫോൺ കോളുകളും എം പിമാരുടെ വസതികളിലും ഓഫീസുകളിലും അവരുടെ കുടുംബാംഗങ്ങളുടെ വസതിയിലുമെല്ലാം സൗജന്യ അതിവേഗ ഇൻ്റർനെറ്റ് കണക്ഷനുകളും ലഭിക്കുന്നുണ്ട്. ഇതോടൊപ്പം സൗജന്യമായി വൈദ്യുതിയും അതേപോലെ തന്നെ സൗജന്യമായി വെള്ളവും എം പിമാർക്ക് അവരുടെ കാലയളവിൽ അവരുടെ കുടുംബാംഗങ്ങൾക്കും ലഭിക്കുകയാണ്. ഇതൊന്നും കൂടാതെയാണ് ഓരോ പദ്ധതി ഇനത്തിലും ഇടപെടലിലൂടെയും വഴിവിട്ട നീക്കത്തിലൂടെയെല്ലാം ചില എം പിമാർ കോടികൾ സമ്പാദിക്കുന്നത്. ഇവിടെയാണ് സുരേഷ് ഗോപിയെ പോലെയുള്ള വ്യക്തികളെ നാം ബഹുമാനിക്കേണ്ടത്. കാരണം ആദ്യമായി എം പി ആയതിനു ശേഷം ആദ്യമായി അദ്ദേഹം പ്രഖ്യാപിച്ചതും എം പി എന്ന നിലയിൽ തനിക്ക് കിട്ടുന്ന ശമ്പളം അത് താൻ തൻ്റെ ആവശ്യത്തിനായി ഉപയോഗിക്കില്ല എന്നും, മറിച്ച് ആ പണം മുഴുവൻ ജനസേവനത്തിനായി ഉപയോഗിക്കുമെന്നാണ്. അവിടെയാണ് ഒരു കുടുംബത്തിലെ എല്ലാവരും തന്നെ ഇതുപോലുള്ള തസ്തികകളിലേക്ക് എത്തി രാജ്യത്തിൻ്റെ പണവും മറ്റ് ആനുകൂല്യങ്ങളും ഇങ്ങനെ ഒരു കുടുംബത്തിലേക്ക് മാത്രമായി കൊണ്ടുപോകുന്നത്. നിലവിൽ രാജ്യസഭാ എം പിയാണ് സോണിയാഗാന്ധി. അവരുടെ മകൻ രാഹുൽ ഗാന്ധി ലോക്സഭാ എം പിയും, അവരുടെ മകൾ പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ ഇതാ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലൂടെ എം പിയാകാൻ പോകുന്നു. അല്ലെങ്കിൽ തന്നെ സ്വതന്ത്ര ഭാരതത്തിൽ രാജ്യത്തിൻ്റെ പൊതുസ്വത്തെല്ലാം ഇവരുടെ കുടുംബത്തിലേക്ക് മാത്രമാക്കിയവരാണ് യഥാർത്ഥ ഗാന്ധിയുടെ പിതൃത്വം അവകാശപ്പെടാനില്ലാത്ത ഈ ഡ്യൂപ്ലിക്കേറ്റ് ഗാന്ധി കുടുംബം. ഇപ്പോൾ ഇതാ ഈ 3 എം പിമാരിലൂടെ അത് അച്ചിട്ടുറപ്പിക്കുകയുമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും.